വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പാലക്കാട് റാപ്പർ വേടന്റെ പരിപാടിയിലുണ്ടായ തിക്കിലും തിരക്കിലും 15 പേർക്ക് പരിക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിവീശി. പരിപാടിക്കിടെ സംഘാടകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 3 പാട്ട് മാത്രം പാടി ഒടുവിൽ പരിപാടി അവസാനിപ്പിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യവുമുണ്ടായി. റാപ്പർ ഗായകൻ വേടന്റെ പരിപാടികളിൽ എപ്പോഴും ജനക്കൂട്ടം ഇരമ്പിയെത്താറുണ്ട്. എന്നാലും പരിപാടി നല്ല രീതിയിൽ തന്നെയാണ് സംഘാടകർ പരിപാടി അവതരിപ്പിച്ച് അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ നേർവിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഇന്നലെ പാലക്കാട് നടന്ന വേടന്റെ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിന് മുമ്പ് അവതരിപ്പിക്കാനിരുന്ന സ്ഥലത്തും പ്രശ്നമുണ്ടായി. സംഘാടകർക്കും മൈക്ക് ഓപ്പറേറ്റർമാർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ പരിപാടി മൂലമുണ്ടായത്. നമുക്ക് പാലക്കാട്ടേക്ക് വരാം. 2000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്ഥലത്താണ് വേടന്റെ പാലക്കാട്ടെ പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മറ്റും ചെറിയ പരിപാടികളാണ് പാലക്കാട് കോട്ട മൈതാനത്ത് സാധാരണ നടക്കാറ്. പരിപാടി വേടന്റെ ആയതുകൊണ്ട് തന്നെ ആൾത്തിരക്ക് കൂടും. അങ്ങനെ പരിപാടി നടത്തുന്നവർ 10,000 പേരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിലും കൂടുതൽ പേരാണ് ഇന്നലെ എത്തിയത്. അത് സ്വാഭാവികം. എന്നാൽ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് കുറവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘാടകർ നിയോഗിച്ച വളണ്ടിയർമാരും ഉണ്ടായിരുന്നത്രേ. രാത്രി 8 മണിക്ക് തുടങ്ങിയ പരിപാടി 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ആകെ 3 പാട്ട് മാത്രമേ വേടന് പാടാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയിലാണ് പോലീസും കാണാൻ വന്നവരും സംഘാടകരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുന്നതും പോലീസ് ലാത്തി വീശുന്നതും. ഉടനെ തന്നെ പരിപാടി അവസാനിപ്പിച്ചു. പരിക്ക് പറ്റിയവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേടന്റെ ഇപ്പോഴത്തെ പരിപാടികളിലെല്ലാം ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ പല സംശയങ്ങളും തോന്നുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മനഃപൂർവ്വം ചിലർ ഉണ്ടാക്കുന്നതാണോ എന്ന്. ഇത് സംശയിക്കാൻ പ്രധാന കാരണം ഇത് കേരളമായതുകൊണ്ട് തന്നെ. ചിലരുടെ വളർച്ച ചിലർക്ക് കണ്ണുകടിയാണ്. ആ വളർച്ച എങ്ങനെയും തടയണമെന്ന വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അവർ ആ താഴ്ച കണ്ടേ അടങ്ങൂ. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊരു സാമൂഹിക പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ വേടനെ കടിഞ്ഞൂലിടാമെന്ന് കണക്ക് കൂട്ടുന്നവരുടെ പ്രവൃത്തിയാണോ ഇതൊക്കെയെന്ന് അന്വേഷിക്കണം. കഞ്ചാവും പുലിപ്പല്ലും ജാതിയും മതവും എല്ലാം പയറ്റി തോറ്റവർക്ക് ഈ വളർച്ച ഇരിക്കപ്പുറതി കിട്ടാതെ പോകുന്നുണ്ടാവും. വേടനും വേടനെ കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന സംഘാടകരും കുറച്ചു കാലം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതെ നോക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തുടരെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എതിർപ്പുകാരുടെ ലക്ഷ്യമായിരിക്കും നിറവേറുക. അത് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചേ പറ്റൂ. നിങ്ങൾ സംരക്ഷിച്ചാൽ മര്യാദയ്ക്ക് വീട്ടിൽ പോവാം. ഇല്ലെങ്കിൽ പരിക്കോടെ വീട്ടിൽ പോകണം. അമ്മയെ പരിക്ക് മാത്രം നഷ്ടമുണ്ടാവോ? വേണമെങ്കിൽ കേട്ടോ. നിങ്ങൾക്കാണ് അപകടം. വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മക്കളെ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോളെ. മനസ്സിലായോ? കുറെ ആൾക്കാരുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. അവിടെ നമുക്ക് കയറാൻ പോലും പറ്റില്ല. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ബാരിക്കേഡൊക്കെ ഭയങ്കര വീക്കാണതേ കണ്ടില്ലേ? ഇതൊന്നും ഉണ്ടാവാതെ നോക്കണം. ദയവ് ചെയ്ത് നിങ്ങളെ തന്നെ നോക്കണേ പ്ലീസ്. പാലക്കാട് കോട്ട മൈതാനത്താണ് ഈ വേടന്റെ റാപ്പ് സംഗീതം നടന്നത്. എന്നാൽ ഈ ചെറിയ കോട്ട മൈതാനത്തെ ഉൾക്കൊള്ളുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. പല ആളുകളും ഈ ബോധരഹിതരായി വീഴുന്നൊരവസ്ഥയിലേക്ക് പോയിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് പലരും വീണാണ് പരിക്കേറ്റത്. 15 പേർക്ക് പരിക്കേൽക്കുകയും ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലേക്ക് പോകാതെ ചെറിയ പരിക്കേറ്റ ആളുകളുണ്ട്. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളില്ല. പലർക്കും ഈ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസതടസ്സവും മറ്റുമാണ് അനുഭവപ്പെട്ടത്.